നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തലായി ശ്രീ പാലങ്ങാട്ട് ഒതിയോത്ത് തറവാട് ട്രസ്റ്റ് കുടുംബസംഗമം തറവാട് വീട്ടിൽ വെച്ച് നടന്നു. തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇവരൊക്കെ ഇവരെ മക്കള് അവരെ മക്കള് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് കാണുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക, ചിരിക്കുക, തമ്മിൽ തല്ലുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ബോണ്ടേജ്, ഒരു ബന്ധം, അത് അത്യപൂർവമാണ്. കാരണം എന്താ വെച്ചാൽ അതൊന്നും ഇന്ന് കാണാനില്ല. ഇന്ന് എല്ലാവരും അവരവരുടെ പരിപാടി നോക്കി അണുകുടുംബങ്ങളായി ഓരോ സ്ഥലത്ത് നാടിന് പുറത്തുമായിട്ട് താമസം മാറ്റിയതോടുകൂടി തമ്മിൽ കാണാനോ അല്ലെങ്കിൽ തമ്മിൽ സംവദിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സന്ദർഭമാണിപ്പോൾ. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ അറിയാനോ അല്ലെങ്കിൽ അവരെ ഓർമ്മിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ്. ഇതാണ് അതിൻ്റെ. നമ്മൾ പുറത്ത് കാണാൻ കുറേ കാലം കാണാത്ത ആളുകൾ പിന്നെ നമ്മുടെ മനസ്സിൽ അവരുണ്ടാവില്ല. ട്രസ്റ്റ് പ്രസിഡന്റ് PO ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PO ദീപക്, ജോയിന്റ് സെക്രട്ടറി PO സജീവൻ, ട്രഷറർ PO അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കുടുംബാംഗങ്ങളെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുകയും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. കേക്ക് കട്ടിംഗ്, അംഗങ്ങളുടെ കലാമത്സരങ്ങൾ എന്നിവയും അരങ്ങേറി. നമ്മുടെ വീടും തറവാട് ബിൽഡിങ്ങൊക്കെ 100-200 കൊല്ലം മുമ്പ് പഴക്കമുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതാണ്. ഈ പുറകുവശത്ത് കാണുന്നതാണ് ഞങ്ങളുടെ മുത്തപ്പൻ കോട്ടം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗുരുകൻ കോട്ടമുണ്ട്. എല്ലാ വർഷവും ഇവിടെ തുലാമ്പത്തിന് പിന്നെ തിരുവപ്പന മഹോത്സവം ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ മാസവും വെള്ളാട്ടവും പൈൻകുറ്റിയൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ കുടുംബസംഘമാണ് എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടുന്നൊരു ദിവസമാണ്. പിന്നെ മാസം സംക്രമത്തിലൂടെ കമ്മിറ്റി മീറ്റിങ്ങും എല്ലാ ഒത്തുകൂടലൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇത് വളരെ പഴക്കമുള്ളൊരു മുത്തപ്പൻ ക്ഷേത്രമാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ അമ്പലത്തിൽ മുത്തപ്പൻ കെട്ടി നമ്മളവിടെ വരാറുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്ത വീഡിയോ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.